നമസ്കാരം. ആകർഷകമായ ഫ്രീ ഓഫറുകൾ നൽകി പല ബിൽഡേഴ്സും അവരുടെ ബിൽഡിങ്ങിലേക്ക് നമ്മളെ ആകർഷിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതായത് മോഡുലാർ കിച്ചൺ, സമ്പൂർണ്ണമായിട്ടുള്ള വെൽ ഡിസൈൻഡ് മോഡുലാർ കിച്ചൺ, അതല്ലെങ്കിൽ ബെഡ്റൂമുകളിൽ AC പ്രൊവൈഡ് ചെയ്യുന്ന ചില ബിൽഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഓഫറുകൾ നൽകി വിദേശത്തേക്കൊരു ട്രിപ്പ്, ടിക്കറ്റ്, അതുപോലെ ലക്ഷറി കാർ, ഇങ്ങനെയുള്ള ഓഫറുകൾ നൽകി അവരിലേക്ക് നമ്മളെ ആകർഷിക്കാനായിട്ട്, ഒരു ക്ലയൻറ്റിനെ ആകർഷിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഫ്രീ ഓഫറുകളിൽ നമ്മൾ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഒരു കച്ചവടക്കാരും ഒന്നും ഫ്രീ ആയിട്ട് ആർക്കും കൊടുക്കുന്നില്ല. നമ്മളിൽ നിന്ന് വാങ്ങുന്ന പണത്തിൻ്റെ ഒരു ഭാഗമാണ് ഫ്രീ ആയിട്ട് നൽകാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഫ്രീ ഓഫറുകളിൽ വീഴാതെ ഈ ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അംഗീകൃതമായിട്ടുള്ള റെറ പ്ലാൻ അനുസരിച്ചുള്ള അംഗീകൃത പ്ലാൻ അനുസരിച്ചാണോ ബിൽഡിംഗ് പണിതിരിക്കുന്നത്, അതിൻ്റെ കാർപ്പറ്റ് ഏരിയ, ബിൽഡപ്പ് ഏരിയ, ഇതെല്ലാം റെറ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചുള്ളതാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്യുപ്പേഷൻ ലെറ്റർ, ഓക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ ലെറ്റർ, ഇതെല്ലാം കൃത്യമായി അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേണം നമ്മൾ ഒരു എഗ്രിമെൻറ്റിലേക്ക് കടക്കാനായിട്ട്. അപ്പം മുൻകൂറായിട്ട് മുഴുവൻ തുകയും അടയ്ക്കുന്നത് അത് നമുക്ക് പണിയായിരിക്കും. കാരണം അതൊരു ബിൽഡറിൻ്റെ കഷത്തിൽ തലവെച്ച് കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ പേയ്മെൻറ്റ് പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം.